സുഖം തന്നെയല്ലേ? ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. ചക്കയുടെ സീസണാണ്. ചക്ക കൊണ്ടുള്ള കുറേ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ജാക്ക് ഫ്രൂട്ട് റെസിപ്പീസ് കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പം വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ട് വീഡിയോസ് മറക്കാതെ കാണുക. നിങ്ങളുടെ വ്യൂസ് ആണ് എനിക്ക് ആവശ്യം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി, മറ്റ് ചക്ക കൊണ്ടുള്ള റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. നാട്ടിലിപ്പോൾ കടച്ചക്കയുടെ സീസണാണ്. അപ്പോൾ കടച്ചക്ക കൊണ്ടുള്ള നമ്മളുടെ കറിയാണ് ഇന്നത്തെ റെസിപ്പി. കടച്ചക്ക കൊണ്ട് ചിക്കൻ പോലെ തേങ്ങ വറുത്തരച്ച് നമ്മൾ എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ആസ് ഐ ഓൾവേസ് സേ, അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. കടച്ചക്ക കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കാറുണ്ട്, ഇറച്ചി പോലെ കറി വെക്കാറുണ്ട്, തീയൽ വെക്കാറുണ്ട്, മെഴുക്കുവരട്ടി വെക്കാറുണ്ട്. അങ്ങനെ കുറേ റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. എന്തുണ്ടാക്കിയാലും കടച്ചക്ക കൊണ്ട് ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ട് ചിക്കൻ വെക്കുന്നത് പോലെ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ ഫേവറേറ്റ് കടച്ചക്ക കൊണ്ടുള്ള നമ്മളുടെ ഇറച്ചി പോലെ നമ്മൾ കടച്ചക്ക കറി വെച്ചെടുക്കുക. തേങ്ങ വറുത്തരച്ച് ഇറച്ചി വെക്കുന്നത് പോലെ അല്ലെങ്കിൽ തീയൽ വെക്കുന്നത് പോലെ കടച്ചക്ക നമ്മൾ കറി വെക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ആണെങ്കിലും ചിക്കനൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പണ്ട് നമ്മൾ ചിക്കനൊക്കെ പകരം ഒരു നോൺ വെജിന് പകരമായിട്ടാണ് ഈ കടച്ചക്ക ഇറച്ചി പോലെ കറി വെച്ചിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അതിന്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഇറച്ചി വെക്കുന്നത് പോലെ, ചിക്കനൊക്കെ വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ കടച്ചക്കയും കറി വെച്ചിരുന്നത്. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കടച്ചക്ക കട്ട് ചെയ്തിട്ട് പുറത്തുടനെ വെക്കാൻ പാടില്ല. ഞാനിപ്പോൾ കട്ട് ചെയ്തതേ ഉള്ളൂ. ഇവിടെയൊക്കെ ബ്രൗൺ ആകാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ ഇത് നമ്മൾ ഒരല്പം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളത്തിലോട്ട് വേണം ഇത് കട്ട് ചെയ്ത് ഇടാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതുപോലെ കറുത്തു പോകും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതേ ഉള്ളൂ, അതിന് മുന്നേ ഇത് കറിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പുറമൊക്കെ കുറച്ചൊരല്പം ഇതായിട്ടുണ്ട്, കുത്തു വീണു, കുഴപ്പമില്ല. നമ്മൾ ഈ സ്കിൻ വൃത്തിയാക്കും. കാരണം ഞാനിത് വാങ്ങി വെച്ചിട്ട് 1 വീക്കായി. അപ്പം ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിന് ചെറിയ ഒരു കുത്തു വീണിട്ടുണ്ട് പുറത്ത്. പക്ഷേ അകത്ത് ഫ്രഷാണ്, അകത്ത് നല്ല ഫ്രഷാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇതിൻ്റെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്കിന്ന്, കംപ്ലീറ്റ് സ്കിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഇത് സ്കിൻ കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ തൊലി, ഈ പച്ച തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഇതിന് കൂഞ്ഞെന്ന് പറയും. ഈ കൂഞ്ഞൊന്ന് പതുക്കെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചെറിയ പീസസുകൾ ആക്കി ഈ ഒരു സൈസിൽ, കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിടുക. വെള്ളത്തിലോട്ട് തന്നെ ഇടുക. അപ്പം വെള്ളത്തിലോട്ട് ഇട്ടതുകൊണ്ട് കളർ മാറാതെ കിടക്കണം. ഈ ഒരു സൈസിൽ എടുത്താൽ മതി. തീയൽ വെക്കാനാണെങ്കിലും ഇങ്ങനെ ഇറച്ചി പോലെ വെക്കാനാണെങ്കിലും ഒരുപാട് വലിയ സൈസിലിടണ്ട. അപ്പോൾ നമുക്കിത് ഫുൾ അങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം. കയ്യിൽ ഇത് അരിയുന്ന സമയത്ത് ചെറിയ ഒരു പശപ്പല്ല ഒട്ടൽ വരാറുണ്ട്, നമുക്ക് ചക്കയൊക്കെ അരിയുന്ന പോലെ. അങ്ങനെ ഇതിന് കറയൊന്നുമില്ല, എങ്കിലും ഒരു ചെറുതായിട്ട്. അപ്പം കയ്യിലും ഈ നൈഫിലും ഒരു അല്പം വെളിച്ചെണ്ണ തൂത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക, ഇതിന് ഷീമച്ചക്ക എന്നും പറയും. ഈ കടച്ചക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഷീമച്ചക്കയ്ക്ക് വേവ് 2 തരത്തിലാണ്. ഒന്ന്, ഒരു നല്ലതുപോലെ മൂത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ അധികം വേവില്ല. അധികം മൂക്കാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ടെൻഡറാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വേവായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പം വേവിച്ചെടുക്കുമ്പോൾ ചില സമയത്ത് ഈ ഷീമച്ചക്ക കല്ല് പോലെ ഇരിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ വരരുത്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇതിൻ്റെ ഈ ഇറച്ചി അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ പീസസുകൾ നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. സമയം സേവ് ചെയ്യാനായിട്ട് ഇത് കുക്കറിൽ കുക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഇപ്പം തൽക്കാലം സമയം സേവ് ചെയ്യാനായിട്ടും പ്ലസ് ഇതിന് വേവുണ്ടെങ്കിൽ ഒന്ന് വെന്ത് കിട്ടാനായിട്ടും നമുക്കിതൊരു കുക്കറിലോട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. കുക്കറിലോട്ട് ഇട്ടിട്ട് ഞാൻ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് ഒരുപാട് നേരം അങ്ങ് അളിഞ്ഞു പോകരുത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ. ഒരുപാട് അങ്ങ് ഓവറായിട്ട് അളിഞ്ഞു പോയി കഴിഞ്ഞാലും കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് അധികം വേവില്ലാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ 1 വിസിൽസേ അടുപ്പിക്കാവൂ കേട്ടോ. മൂത്ത ചക്കയാണോ അല്ലെങ്കിൽ അധികം മൂക്കാത്ത ചക്കയാണോ നോക്കണം. ഇതിനകത്തൊരു നുള്ളു മഞ്ഞളിടാം, ഒരുപാട് വേണ്ട. ഒരു നുള്ളു മഞ്ഞൾ, നമ്മൾ കറിക്ക് മഞ്ഞൾ ഓൾറെഡി ചേർക്കണുണ്ട്. നുള്ളു മുളക് പൊടി, ഒരുപാട് മുളക് പൊടിയും വേണ്ട. ഒരു അല്പം ഉപ്പും കൂടെ, ഒരുപാട് ഉപ്പ് വേണ്ട. ശകലം വെള്ളം ചേർക്കുക, 1 കപ്പ് വെള്ളം.
ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ചെറിയ ബൗളിന് ഒരു ബൗൾ വെള്ളം ചേർത്ത് ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽസ് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ കുക്കായി പോകരുത്. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിന് വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കണം. തീയലിനൊക്കെ വറുത്തെടുക്കുന്ന അതേ പാകത്തിന് വേണം തേങ്ങ വറുത്തെടുക്കാൻ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 പിടി തേങ്ങ, ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ചെറിയ പീസസ് ചുമന്നുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. നമുക്ക് പെരിഞ്ജീരകം ചേർക്കുന്നത് നമ്മളിതൊരു ഇറച്ചി ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കുന്നത്, അതായത് നമ്മളൊരു ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് പെരിഞ്ജീരകം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചിലർ ഗരം മസാല ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഈ ഉള്ളി കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഇപ്പം ഇടണ്ട, ഇതൊന്ന് വറുത്ത് വരാനാകുമ്പോൾ ഒന്ന് ഇട്ടാൽ മതി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തീയലിനൊക്കെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന അതേ പരുവത്തിൽ. അപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതിനകത്ത് നമുക്ക് പിന്നെ ചേർക്കാൻ വേണ്ട മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ചിലർ ഇതിനൊരല്പം ഗരം മസാല കൂടി ചേർക്കാറുണ്ട്. ഗരം മസാല ചേർക്കാത്തവർ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ സെപ്പറേറ്റ് ചേർക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ. ഞാൻ ഗ്രാമ്പും കറുവപ്പട്ടയൊന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം നമുക്ക് മുളക് ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടിക്ക് പകരം മല്ലി പൊടിക്കാത്ത മല്ലി ചേർക്കാവുന്നതാണ്. ചിലർ അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പെരിഞ്ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കരിക്കരുത് പെരിഞ്ജീരകം. അതുപോലെ മല്ലിപ്പൊടിയല്ല ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മല്ലി ഈ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ബ്രൗൺ ആയി കിട്ടില്ല. മുളകും മല്ലിയും തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് നമുക്ക് ബ്രൗൺ ആക്കി വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊക്കെ താറാവ് കറിയൊക്കെ വെക്കത്തില്ലേ, അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഷീമ ചക്ക അല്ലെങ്കിൽ കടച്ചക്ക വറുത്തരച്ച് കറി വെക്കുന്നത്. അമ്മമാരുടെ പണ്ട് എന്ന് പറഞ്ഞാൽ അമ്മമാരുടെയൊക്കെ സ്പെഷ്യൽ കറിയാണിതൊക്കെ, അമ്മ സ്പെഷ്യലാണിത്. പണ്ടൊക്കെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യും. നമ്മളുടെ തേങ്ങ ഇവിടെ നല്ല തീയലിൻ്റെ പരുവത്തിൽ ബ്രൗൺ ആയി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കരിക്കരുത്. ഇപ്പം ചീനിച്ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഇത് കുറച്ചുകൂടെ അതിലിരുന്നിട്ടൊന്ന് ബ്രൗൺ ആകും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇട്ട് കൊടുക്കുക. ചീനിച്ചട്ടി നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്കൊരു 1½ ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം. ഒരു 1½ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരുപാട് എരിവ് വേണ്ട, കാരണം പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയല്ല ഞാൻ ആഡ് ചെയ്തത്, കശ്മീരി ചില്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. 1½ ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി കരിഞ്ഞു പോകരുത്, അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതിപ്പോൾ ഈ മല്ലി ചൂടാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കത്തിക്കാം. ഞാൻ മല്ലി ആഡ് ചെയ്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ലൈറ്റായിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ, നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പം ചെറിയ ചൂടിൽ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് എടുക്കാം. മറ്റേ മല്ലിയാണ് ആഡ് ചെയ്യുന്നതുണ്ട്, പൊടിക്കാത്ത മല്ലിയാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ടങ്ങ് വറുത്തെടുക്കാവുന്നതാണ്. ഇതിലിരുന്നാൽ കൂടുതൽ കരിഞ്ഞു പോകും. അപ്പം ഒരു പാത്രത്തിലോട്ടെങ്ങാനും വേറെ പ്ലേറ്റിലോട്ടെങ്ങാനും ട്രാൻസ്ഫർ ചെയ്യുക. ഒന്ന് തണുക്കുക. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ, അല്ലെ പൊടിച്ചെടുക്കാൻ. ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം പൊടിച്ചെടുക്കുക, പിന്നെ ഒരല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ആദ്യമേ വെള്ളം ഒഴിച്ചാൽ ഇത് ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല, അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് നല്ലപോലെ ഒന്ന് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഒരു കടായി വെച്ചു, ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളുടെ 3ാമത്തെ സ്റ്റെപ്പ്. അപ്പം ചീനിച്ചട്ടി ചൂടായി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ കൂട്ടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരൽപ്പം കടുകിട്ട് കൊടുക്കുക.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീടും കടുക് വറക്കാം. ഞാനിപ്പം ആദ്യമേ അങ്ങ് വറക്കുകയാണ്. ഒരു ചെറിയ ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 1-2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഞാനിവിടെ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കുത്തിയരിഞ്ഞത്, ഒരു 10-15 ചെറിയ ചുമന്നുള്ളി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത്. ചുമന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി കട്ട് ചെയ്തത് വഴറ്റുക. ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആക്കി എടുക്കണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഈ പച്ചമുളക് ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ടൊരൽപ്പം ഉപ്പ് ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്രണ്ട്സ്, ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചേർക്കാവുന്നതാണ്. പലരും കടച്ചക്ക ഇതുപോലെ വറുത്തരച്ച് കറി വെക്കുമ്പോൾ, ഗ്രേവി വെക്കുമ്പോൾ ടൊമാറ്റോ ചേർക്കാറുണ്ട്. ഞാൻ ടൊമാറ്റോ ചേർക്കണില്ല. കാരണം എനിക്ക് പണ്ട് തൊട്ടേ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഇറച്ചിയൊക്കെ വെക്കുന്നത് പോലെ വെച്ച് തന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ അതിൽ ടൊമാറ്റോ ചേർത്തിട്ടില്ല ഇന്ന് വരെ. അപ്പം ചില നാട്ടിലോട്ടൊക്കെ ചിലരൊക്കെ ടൊമാറ്റോ ചേർക്കാറുണ്ട് കടച്ചക്ക ഇതുപോലെ വറുത്തരച്ച് വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ഈ സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വഴട്ടാവുന്നതാണ്. എന്നിട്ട് അരപ്പ് ആഡ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 2 to 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ നമ്മളുടെ ചുമന്നുള്ളി അല്ലെങ്കിൽ ഷാലറ്റ് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അരച്ചു വെച്ച നമ്മളുടെ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ വറുത്തത് അരച്ചു വെച്ചില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ആക്കിക്കോളൂ. ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഈ അരപ്പൊന്ന് കിട്ടണ്ടേ, കിട്ടണ്ടേ, അതിനായിട്ടൊന്ന് കൂട്ടി വെക്കാം ഫ്ലെയിം. ഈ കടച്ചക്ക നമുക്ക് തീയലും വെക്കാം, സെയിം ഇതുപോലെ തന്നെ. അപ്പം തീയലും ഇതും തമ്മിലുള്ള വ്യത്യാസം, തീയലിൽ നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നില്ല, പുളി ചേർക്കും. ഈ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ കറിയിൽ വേണമെങ്കിലും തീയലിൽ വേണമെങ്കിലും തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്യാം. അത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല. ഇത് നല്ലപോലെ അത് വെന്തിട്ടുണ്ട്. ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽസ് പെട്ടെന്ന് അടുപ്പിച്ചെടുക്കുക. പക്ഷേ ശരിക്കും വെന്തു. സാധാരണ ഇത്രയും വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, കുക്കറിൽ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ വെന്താലും മതി. നമ്മൾ അരച്ച മിക്സിയിൽ തന്നെ അല്പം വെള്ളം ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കുക. നമുക്ക് എത്രയും ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം ഇതിൽ വെള്ളം ചേർക്കാൻ. തണുത്ത വെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം ചേർക്കുക. ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇപ്പം ഒരല്പം ലൂസായിട്ട് ഉണ്ടാക്കിയാൽ പിന്നീട് അത് കട്ടിക്കിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഒരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് വേണ്ട, കുറച്ച്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 6 to 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കടച്ചക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. വാവ്, ഇറ്റ്സ് ലുക്കിംഗ് യമ്മി. ഇതിനകത്തോട്ട് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ഡിലീഷ്യസ് കടച്ചക്ക അല്ലെങ്കിൽ ഷീമച്ചക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് സർവിങ് ബൗളിലോട്ട് മാറ്റിയാൽ. ഫ്രണ്ട്സ്, നമ്മളുടെ വെരി ടേസ്റ്റി ഡിലീഷ്യസ് ഹെൽത്തി ആയിട്ടുള്ള ഷീമച്ചക്ക തേങ്ങ വറുത്തരച്ച കറി അല്ലെങ്കിൽ കടച്ചക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റിയും ഡിലീഷ്യസുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹോപ്പ് എവരിവൺ ലൈക്സ് ടുഡേസ് വെരി ഈസി ടേസ്റ്റി ഹെൽത്തി ബ്രെഡ് ഫ്രൂട്ട് കറി
in Kerala style. Thank you so much for watching. Keep watching, keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വ്യൂസ്, ലൈക്സ്, കമൻസ് ആണ് ആവശ്യം. അതുപോലെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.